സൗജന്യം എന്ന കെണി, ആ കെണിയിൽ നമ്മൾ പെടാതിരിക്കുന്നതാണ് നല്ലത്. ആരും ഒരു കാര്യം ഒരു ബിസിനസ് ലെവലിൽ സൗജന്യമായിട്ട് കൊടുക്കുകയില്ല. പോലീസ് ഇടപെട്ട് വേണം ഇതിനകത്ത് ഷൂ വാങ്ങി തരാനെന്നുള്ള ഇതുൾപ്പെടെയുള്ള കാര്യങ്ങളാണ്. വിദ്യാഭ്യാസം അല്ല അതിൻ്റെ ഒരു മലയാളികളുടെ കൾച്ചറൽ. ഒരു ഷൂക്കടയുടെ ഉദ്ഘാടനമാണ്. ₹1 നോട്ട് നൽകിയാൽ നിങ്ങൾക്ക് ഉദ്ഘാടനത്തോടനുബന്ധിച്ച് സൗജന്യമായി ഷൂ ലഭിക്കും. ഇങ്ങനെ ഒരു പരസ്യമാണ് കഴിഞ്ഞ ദിവസം കോഴിക്കോട്ട് വലിയ സംഘർഷത്തിലേക്ക് നയിച്ച സംഭവമായി മാറിയത്. നമ്മളോടൊപ്പം ഡോക്ടർ PN സുരേഷ് കുമാറാണുള്ളത്. അദ്ദേഹം ഈ മനഃശാസ്ത്ര രംഗത്താണ് പ്രവർത്തിക്കുന്നത് വർഷങ്ങളായിട്ട്. നമസ്കാരം സാർ. സാർ, ഇത്തരം ഒരു പരസ്യം ആരെയും ആകർഷിക്കും. പക്ഷേ മലയാളിയെ സംബന്ധിച്ച് ഇത് ആദ്യത്തെ സംഭവമല്ല. ഇതിനു മുൻപും ഇത്തരത്തിൽ തിരുവനന്തപുരത്ത്, ഒപ്പം തന്നെ മലപ്പുറത്തൊക്കെ ഈ ഉദ്ഘാടനത്തോടനുബന്ധിച്ച് നടത്തുന്ന ചില പരിപാടികളിൽ ആളുകളുടെ തള്ളിക്കയറ്റം നമ്മൾ പലപ്പോഴും പറയാറുണ്ട്. നമ്മൾ വിദ്യാസമ്പന്നരാണ്, വലിയ അർത്ഥത്തിൽ ഇത്തരം വിഷയങ്ങൾ നോക്കിക്കാണുന്നവരാണ് എന്നൊക്കെ. പക്ഷേ ഇത് മറ്റ് സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് ഇവിടെ ഉണ്ടാക്കുന്ന ചില്ലറ പൊല്ലാപ്പൊന്നും അല്ല എന്നാണ് തോന്നുന്നത്. സാറിന് എന്താണ് ഇതിൻ്റെ ഒരു മനഃശാസ്ത്രം സത്യത്തിൽ? ഇതിനെപ്പറ്റി പറയുമ്പോൾ ഇതിലൊരു കൺസ്യൂമർ സൈക്കോളജി ഉണ്ട്. അതായത് നമുക്ക് വലിയ പരസ്യങ്ങളൊന്നും ഇല്ലാതെ തന്നെ എത്ര കണ്ട് നമ്മുടെ ഒരു ഈ കൺസ്യൂമർ ഗുഡ്, അതായത് നമ്മൾ വിൽക്കാൻ പോകുന്ന സാധനത്തിന് എത്ര കണ്ട് മാക്സിമം പരസ്യം കൊടുക്കാം എന്നുള്ളൊരു അതിഭയങ്കരമായിട്ടൊരു ടെക്നിക്, മാനസികമായിട്ടൊരു ടെക്നോളജി അതിൻ്റെ പുറകിലുണ്ട്. അതായത് ₹1 ഒരു സാധനം നമുക്ക് ആർക്കും കൊടുക്കാൻ പറ്റില്ല എന്നുള്ളത് നമുക്കറിയാം. അത് വളരെ എല്ലാവർക്കും ലളിതമായിട്ട് ചിന്തിച്ചാൽ മനസ്സിലാവുന്നൊരു കാര്യമാണ്. അപ്പം അങ്ങനെ മാക്സിമം ആളുകളെ കിട്ടണമെങ്കിൽ ഇങ്ങനെ ₹1 നോട്ട് കൊടുത്തിട്ടുള്ളൊരു അഡ്വർടൈസ്മെൻറ്റ് അതൊരു പത്രത്തിൽ കൊടുക്കുകയാണെങ്കിൽ ലക്ഷക്കണക്കിന് രൂപ ചിലവ് വരും. ഒരു TV ചാനലിൽ കൊടുക്കുകയാണെങ്കിൽ ലക്ഷക്കണക്കിന് രൂപ ചിലവ് വരും. അപ്പം ഇവിടെ ഇതൊരു പോസിറ്റീവായിട്ടോ നെഗറ്റീവായിട്ടോ ഒരു പബ്ലിസിറ്റി വരുമ്പോൾ മാക്സിമം ആൾക്കാരെ കൂട്ടുന്നു, അവിടെ എന്തോ സംഭവം നടക്കുന്നു എന്നുള്ള രീതിയിൽ ഒരു ജനങ്ങളെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് ആ ഒരു പ്രോഡക്റ്റ് മാത്രമല്ല, അങ്ങനെ ഒരു സ്ഥാപനം അവിടെ ഉണ്ട് എന്നുള്ളത് തന്നെ ജനങ്ങളുടെ ഇടയിൽ അറിയാനായിട്ടുള്ള വളരെ നല്ലൊരു ഉപാധിയാണ്. മലയാളികളെ പറ്റി പറയുമ്പം ഏറ്റവും കൂടുതൽ ഇത്തരത്തിലുള്ള കൺസ്യൂമറിന്റെ ആ ഒരു കെണികളിൽ പെടുന്നത് ശരിക്കും മലയാളികളാണ്. നമ്മൾ പണ്ട് തന്നെ നോക്കുകയാണെങ്കിൽ കലാകാലങ്ങളായിട്ട് തന്നെ ഇപ്പം സമൃദ്ധിക്ക് വേണ്ടിയിട്ട് പണ്ടേ തന്നെ നമുക്കറിയാം ചാത്തൻ സേവ ഉണ്ടായിരുന്നു. പിന്നെ അത് കഴിഞ്ഞപ്പം 1980-ലൊക്കെ നോക്കുകയാണെങ്കിൽ മാഞ്ചിയം, തേക്ക്, ആട് വളർത്തൽ പദ്ധതി. ഇപ്പം ഏറ്റവും അവസാനം നമുക്ക് 2025 ഇപ്പൊ നമ്മള് മലയാളി എത്തി നിൽക്കുന്നത് ഈ സ്കൂട്ടർ സ്കാം, CSR സ്കാമിൽ. അപ്പൊ ഇതിലെല്ലാം ടോട്ടൽ ഫോർ യു, അങ്ങനെ പിന്നെ മാന്ത്രിക ഏലസ്, അങ്ങനെ നമ്മൾ മലയാളികൾ എത്ര വിദ്യാഭ്യാസമുള്ള ആളുകളായാലും എത്ര കണ്ട് ചിന്തിക്കാൻ പറ്റുന്ന ആളുകളായാലും പെട്ടെന്ന് പൈസ സമ്പാദിക്കാൻ അല്ലെങ്കിൽ ഒരു പെട്ടെന്ന് കുറുക്കോഴിയിൽ കൂടെ കാര്യങ്ങളൊക്കെ നേടിയെടുക്കാനായിട്ട് മലയാളികൾക്ക് എപ്പോഴും എന്തോ ഒരു വീക്ക്നെസ്. അതിന്റെ ഏറ്റവും ഉത്തമ ഉദാഹരണമാണ് ധനസമൃദ്ധിക്ക് വേണ്ടിയിട്ട് നമ്മൾ മനുഷ്യനെ തന്നെ കുരുതി കൊടുക്കുന്ന നരബലി നടന്നത് കേരളത്തിലാണ്. അപ്പോ ഇതില് വിദ്യാഭ്യാസം അല്ല അതിന്റെ ഒരു മലയാളികളുടെ കൾച്ചറിൽ ആ ഒരു കൺസ്യൂമറിസം എന്നുള്ളൊരു സംഗതി വളരെ അടി നിൽക്കുന്ന ഒരു സംഗതിയാണ്. വലിയ കമ്പനികൾ പോലും ഇത്തരത്തിലുള്ള ഓഫറുകൾ നൽകിക്കൊണ്ടാണ് ആളുകളെ അട്രാക്ട് ചെയ്യുന്നതെന്ന് തോന്നിയിട്ടുണ്ട്. പക്ഷേ ഈ ഓഫറുകളുടെ ഒരു ശാസ്ത്രം കൂടി ഉണ്ടല്ലോ അതിനകത്ത്. ഈ ഓഫറുകൾ യഥാർത്ഥത്തിൽ എന്താണ് എന്നുള്ളത് അത് സൂക്ഷ്മമായി വിശകലനം ചെയ്താൽ നല്ല തമാശയാണെന്നാണ് മനസ്സിലാവുക. തീർച്ചയായിട്ടും. അതിപ്പോൾ നമുക്ക് ഒരു സൂപ്പർ മാർക്കറ്റിൽ കയറി കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ഒരു ടൂത്ത് പേസ്റ്റ് വാങ്ങിക്കാൻ പോയ ഒരു ആള് സൂപ്പർ മാർക്കറ്റിൽ അവിടുത്തെ ആ ഒരു അറേഞ്ച്മെന്റും ഇത്തരത്തിലുള്ള സാധനങ്ങളും അവിടുത്തെ ലൈറ്റും ഇതൊക്കെ കണ്ടു കഴിഞ്ഞാൽ ഒരു ടൂത്ത് പേസ്റ്റ് വാങ്ങിക്കാൻ പോയ ആൾ ഒരു ടൂത്ത് ബ്രഷും അതിൻ്റെ കൂടെ വേണമെങ്കിൽ 2 പേസ്റ്റും കൂടി വാങ്ങിച്ചു വരും. കാരണം അവിടെ ടൂത്ത് പേസ്റ്റ് വാങ്ങിക്കാൻ പോയി കഴിഞ്ഞാൽ നമുക്കൊരു ഓഫർ കാണും. നിങ്ങളിപ്പം ഒരു ടൂത്ത് പേസ്റ്റ് വാങ്ങിക്കുന്ന 2 ടൂത്ത് പേസ്റ്റ് വാങ്ങിച്ച് കഴിഞ്ഞാൽ 1 ഓഫറാണ്. അപ്പം 1-ന് പകരം 2-3 ടൂത്ത് പേസ്റ്റ് ആയിട്ട് നമ്മൾ എത്തുന്നത് അതിൻ്റെ ഒരു ആ നമ്മളെ വീഴ്ത്താൻ പറ്റുന്ന തരത്തിലുള്ള ഓഫറുകൾ അവിടെ ഉണ്ടാവും. പിന്നെ നമ്മൾ കുറച്ചുകൂടി പുറത്തൊക്കെ ഇറങ്ങുമ്പോൾ വേറെ സാധനങ്ങൾ ഓഫർ കണ്ടു കഴിഞ്ഞാൽ ഒരു സാധനം വാങ്ങിക്കാൻ പോയ ആൾ തീർച്ചയായിട്ടും 2-3 സാധനങ്ങൾ വാങ്ങിച്ചിട്ടാണ് വരികയുള്ളൂ. അപ്പം അത് അങ്ങനെ ഈ ഓഫറിൽ വാങ്ങിച്ചു കഴിഞ്ഞാൽ അവർക്ക് ലാഭമാണ് കിട്ടുന്നത്. നമ്മൾ അങ്ങനെ ഒരു കെണിയിൽപ്പെട്ടു പോവുകയാണെന്ന് നമുക്ക് ചിന്തിക്കാനായിട്ട് കഴിയാൻ പറ്റാത്തൊരവസ്ഥയിലാണ്
ഇത്തരത്തിലുള്ള കാര്യങ്ങൾ സജ്ജീകരിച്ച് വെച്ചിരിക്കുന്നത്. ഇന്നലെയൊക്കെ നമ്മൾ നോക്കുകയാണെങ്കിൽ ഈ ചെറിയ കുട്ടികളാണ് ഇത്തരം കാര്യങ്ങൾക്ക് ഞങ്ങളുടെ അവകാശമാണ്. പോലീസ് ഈ ഒരു ആൾക്കൂട്ടം എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ അതിനകത്ത് മരണം പോലുള്ള കാര്യങ്ങളൊക്കെ സംഭവിച്ചേക്കാം. ഈ ആൾ ഓടുക, തിങ്ങിക്കൂടുക, ശ്വാസം മുട്ടുന്ന ഒരവസ്ഥ, ഇത്തരത്തിൽ വലിയ ഈ സ്റ്റാമ്പേഡ് പോലുള്ള കാര്യങ്ങളിലേക്ക് നീങ്ങാവുന്ന സംഗതിയാണ്. ഭരണകൂടം ഇത്തരം ഒരു ഓഫറുകളെ കുറിച്ച് അറിയുന്നു പോലുമില്ല. പോലീസ് ഇടപെട്ട് വേണം ഇതിനകത്ത് ഷൂ വാങ്ങിത്തരാൻ എന്നുള്ള ഇതുൾപ്പെടെയുള്ള കാര്യങ്ങളാണ്. ഈ കൺസ്യൂമർ ഇത്തരത്തിലുള്ള സൈക്കോളജിയിൽ ഇത്തരത്തിലുള്ള കൺസ്യൂമർ ട്രാപ്പിൽ ഈ കെണിയിൽ പെടുന്നത് ഏറ്റവും കൂടുതൽ ഈ ഒരു കൗമാരപ്രായമായിട്ടുള്ള ആളുകളും യുവാക്കളും ആയിരിക്കും തീർച്ചയായിട്ടും ഇതിൽപ്പെടുക. പ്രത്യേകിച്ചും നമ്മൾ കൗമാരപ്രായക്കാരെ കുറിച്ച് പറയുമ്പോൾ എന്താണെന്ന് വെച്ചാൽ അവരുടെ ബ്രെയിൻ അത്ര കണ്ട് മെച്യൂർഡായിട്ട് തിരിക്കാൻ, അതായത് പക്വതയോടുകൂടി ചിന്തിക്കാനുള്ള അത്ര ഒരു വികാസം പ്രാപിക്കാത്തൊരു തലച്ചോറായിരിക്കുമല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകൾ ഉപയോഗിച്ചിട്ട് അവരെ അട്രാക്ട് ചെയ്യാനായിട്ട് വളരെ എളുപ്പമാണ്. അപ്പോൾ അവർക്ക് ഇതിൻ്റെ പുറകിൽ ഉള്ള ചതികളെ കുറിച്ച് അധികം ചിന്തിക്കില്ല. വളരെ ഇമ്പൾസീവ് ആയിരിക്കും, പെട്ടെന്ന് എടുത്തു ചാടി കാര്യങ്ങൾ നടത്തുക എന്നുള്ളതാണ് അവരുടെ ഒരു ഇത്. മാത്രമല്ല അപ്പം അവർക്ക് ഇതിനെക്കുറിച്ച് ഇത് നമ്മുടെ ഒരു കൺസ്യൂമർ റൈറ്റ് ആയിട്ടാണ് അവർ കാണുന്നത്. അപ്പോൾ ഇത്തരത്തിലുള്ള അഡ്വർടൈസ്മെന്റിൽ എനിക്ക് 1 രൂപയ്ക്ക് സാധനം കിട്ടി, അവർക്ക് വാങ്ങിച്ചു കൊടുക്കേണ്ടത് പോലീസിന്റെ ഡ്യൂട്ടിയാണ് എന്നുള്ള രീതിയിലാണ് അവർ ചിന്തിക്കുന്നത്. അല്ലാതെ അത് പക്വതയോട് കൂടിയിട്ട് ഇത് തെറ്റാണെന്നോ അതിൽ പോലീസ് ഇടപെടാൻ പാടില്ല എന്നുള്ളത് ചിന്തിക്കാനായിട്ട് കഴിയില്ല. പിന്നെ അവിടെ രാകേഷ് പറഞ്ഞ പോലെ അവിടെ ഒരു സ്റ്റാമ്പേഡ് നടക്കാനുള്ള സാധ്യതയൊക്കെ വളരെ കൂടുതലാണ്. കാരണം കുറച്ച് പക്വതയോടുകൂടി ചിന്തിക്കുകയാണെങ്കിൽ വെറുതെ എന്തിനാ ഇടിച്ചു കയറി ഞാൻ ഈ 1 രൂപയ്ക്ക് ഇങ്ങനെ ഷൂ വാങ്ങിക്കണം, നമുക്ക് പോയി കളയാം, ഇത്തക്കും തിരക്കിലും സാധാരണ ഒരാൾക്കാരാണെങ്കിൽ എനിക്കിത് വേണ്ട, ഞാൻ പോവുകയാണെന്നുള്ള രീതിയിൽ ചിന്തിക്കും. പക്ഷെ ഇവർ അങ്ങനെയല്ല. ഈ ഇത്തരത്തിലുള്ള ഒരു ഏജ് ഗ്രൂപ്പ് ഇത് 1 രൂപയ്ക്ക് ഞാൻ നേടിയെടുത്തിരിക്കും എന്നുള്ളൊരു വാശിയോടും വീറോടും കൂടിയിട്ടാണ് അവർ ഒരു കോമ്പറ്റീഷൻ. അപ്പൊ അവിടെ അതിനൊരു മോബ് സൈക്കോളജി കൂടെ. അതായത് ഇത്തരത്തിലൊരു ആൾക്കൂട്ടത്തിൽ അതിനെ നിയന്ത്രിക്കാൻ പറ്റാത്തൊരവസ്ഥയിൽ ഏത് നിമിഷവും എന്തും സംഭവിക്കാവുന്ന ഒരവസ്ഥ, അതാണ് ഈ മോബ് സൈക്കോളജി. അവിടെ പ്രത്യേകിച്ച് നിയമങ്ങളൊന്നുമില്ലല്ലോ, എന്തും ഏത് സമയത്ത് എങ്ങനെ വേണമെങ്കിൽ സംഭവിക്കാം. അത്തരത്തിലൊരു പ്രശ്നങ്ങൾ വരുമ്പോഴാണ് സ്റ്റാമ്പേഡോ മറ്റു പ്രശ്നങ്ങളൊക്കെ സംഭവിക്കാൻ ഏറ്റവും സാധ്യതയുള്ള മേഖലയാണ്. തീർച്ചയായിട്ടും അത് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ആസൂത്രണം ചെയ്യുന്ന ആളുകൾ വളരെ സൂക്ഷിച്ച് കൈകാര്യം ചെയ്തില്ലെങ്കിൽ കൈവിട്ടു പോകുന്ന ഒരവസ്ഥ തീർച്ചയായിട്ടും വരുന്നുള്ളത് നമുക്ക് പറയാതിരിക്കാൻ പറ്റും. നമുക്ക് കുസാറ്റിൽ ഗാനമേളക്കിടെയുള്ള ഒരു സംഭവം നമ്മുടെ മുന്നിൽ തന്നെയുണ്ട്. ഇതിനു മുമ്പ് ഒരു ഗാനമേളക്കിടെയാണെങ്കിൽ പോലും അതുപോലെ തന്നെ നമുക്കൊരു ക്രിക്കറ്റ് മാച്ച് ബാംഗ്ലൂർ, അതുപോലെ സെലിബ്രേഷൻ ആൾക്കൂട്ടത്തിൻ്റെ 10-15 പേര് മരിച്ചു. അതെ. നമുക്ക് പ്രായം ചെന്ന ആളുകൾ ഉൾപ്പെടെ മറ്റ് ജില്ലകളിൽ നിന്നൊക്കെയാണ് ഇത് കേട്ട് തലേന്നൊക്കെ വന്ന് കാത്തിരിക്കുന്നത്. എങ്ങനെയാണ് ഭരണകൂടത്തിന് അല്ലെങ്കിൽ പോലീസിന് ഇതിനെ കൺട്രോൾ ചെയ്യാനുള്ള നിയമവും എനിക്ക് തോന്നുന്നു അത്രമാത്രം ഇത് സംഘടിപ്പിക്കുന്ന ആളുകൾക്കറിയാം എന്തായാലും ചെറിയ തരത്തിലുള്ള കുഴപ്പങ്ങൾ ഇതിനകത്ത് ഉണ്ടാകുമെന്നുള്ളത്. പോലീസിനെ ഇൻഫോം ചെയ്യുന്നില്ല, മതിയായ സുരക്ഷ ഒരുക്കുന്നില്ല, അത്തരത്തിലുള്ള യാതൊന്നുമില്ല. ഈ പറഞ്ഞ പോലെ തന്നെ സകല നിയമങ്ങളുടെയും വയലേഷൻസ് നടക്കുന്നു. പക്ഷേ വളരെ ലളിതമായി കുറച്ച് ദിവസങ്ങൾക്കകം അവർ ഈ കട തുറക്കുകയും ചെയ്യും, നേരത്തെ പറഞ്ഞ പോലെ ഫ്രീ പരസ്യത്തിലൂടെ. എനിക്ക് തോന്നുന്നത് ഇതിൽ ഒരു നെഗറ്റീവ് പബ്ലിസിറ്റി, നമുക്ക് പബ്ലിസിറ്റി 2 തരത്തിലാവാമല്ലോ, പോസിറ്റീവായിട്ടും നെഗറ്റീവായിട്ടും എടുക്കാം. അപ്പം ഇത്തരത്തിൽ സംഭവിച്ചാലും കുഴപ്പമില്ല, കുറച്ച് ആളുകളൊക്കെ നമ്മുടെ ഷോപ്പിനെ പറ്റി കാണുകയും കേൾക്കുകയൊക്കെ അറിയും എന്നുള്ള രീതിയിൽ. കാരണം തീർച്ചയായിട്ടും ഇത്തരത്തിലൊരു പരസ്യം വരുമ്പം ആളുകൾ ലക്ഷക്കണക്കിന് ആളുകൾ തന്നെ വരാമെന്നും ഉള്ളൊരു സാധ്യതയൊക്കെ അവർക്ക് മുൻകൂട്ടി ചിന്തിക്കാവുന്നേ ഉള്ളൂ. പക്ഷെ അതിൻ്റെ ഒരു സംഭവവികാസങ്ങളിൽ കൈവിട്ട് പോകും, എന്ത് സംഭവിക്കും എന്നുള്ളതൊക്കെ അവർ ചിന്തിക്കുകയാണെങ്കിൽ ഇത്തരത്തിലുള്ള പരസ്യം സാധാരണ നിരക്ക് കൊടുക്കാൻ പാടില്ലല്ലോ. അപ്പം എന്ത് സംഭവിച്ചാലും കുഴപ്പമില്ല, ഇങ്ങനൊരു നമുക്ക് കിട്ടുന്ന ലാഭം അത് ഒരു നെഗറ്റീവ് ആയാലും അത് നമുക്ക് ലാഭമാണ് എന്നുള്ളത് ചിന്തിക്കുന്നുണ്ടോ എന്നുള്ളത് കൂടി, അത്തരത്തിലുള്ള നെഗറ്റീവ് പബ്ലിസിറ്റി കൂടി ഇതിൻ്റെ പുറകിലുണ്ടോ എന്നുള്ളത് നമ്മൾ കൂടി ചിന്തിക്കേണ്ടിയിരിക്കുന്നു എന്നാണ് എനിക്ക് തോന്നുന്നത്. ഈ മലയാളികളുടെ ഇത്തരത്തിലുള്ള സൗജന്യങ്ങളുടെ പിന്നാലെ പായുന്ന മലയാളിയോട് സാറിന് അവസാനമായിട്ട് എന്താണ് പറയാനുള്ളത്? ആരും ഒരു കാര്യം ഒരു ബിസിനസ് ലെവലിൽ സൗജന്യമായിട്ട് കൊടുക്കുകയില്ല. തീർച്ചയായിട്ടും ഏതൊരു സൗജന്യത്തിൻ്റെയും പുറകിൽ അവർ ഉണ്ടാക്കുന്ന ലാഭം ഉണ്ടാകുന്നുള്ളത് നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നു. ആ ലാഭത്തിൻ്റെ പിന്നിൽ പുറകിൽ മറഞ്ഞിരിക്കുന്ന സൗജന്യം എന്ന കെണി, ആ കെണിയിൽ നമ്മൾ പെടാതിരിക്കുന്നതാണ് നല്ലത്. ആരും സൗജന്യത്തിനായിട്ട് ഒന്നും
ഇവിടെ കൊടുക്കുന്നില്ല. അവർക്ക് എല്ലാവർക്കും ലാഭത്തിന് വേണ്ടിയിട്ടാണ് ഏത് ബിസിനസ്സും നടത്തുന്നത്. സിമ്പിൾ ലോജിക്കാണ്. സിമ്പിൾ ലോജിക്കാണ്. അപ്പൊ അതുകൊണ്ട് നമുക്ക് എന്ത് ലാഭം കിട്ടുന്നു എന്നുള്ളത് നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കും. എന്തായാലും യുവതലമുറയും ഒപ്പം തന്നെ ഈ പറഞ്ഞ പോലെ തന്നെ ചെറിയ കുട്ടികളും പ്രായമായവർ പോലും ഉണ്ട്. ഇവർക്കൊക്കെയുള്ള ഒരു സൂചന കൂടെയാണ്. വലിയ അത്യാഹിതങ്ങൾ ഇനിയും ഇതേപോലുള്ള സൗജന്യങ്ങളുടെ മറവിൽ ഒളിഞ്ഞിരിപ്പുണ്ടാവാം. അത് കരുതിയിരിക്കുക എന്നുള്ളതാണ് സാർ പറയുന്നത്. എന്തായാലും ഇത്രയും നേരം സംസാരിച്ചതിൽ വളരെയധികം സന്തോഷം.